പ്രിയപ്പെട്ട പ്രിൻസും നീമയും വിവാഹമെന്ന കൂദാശ സ്വീകരിച്ച ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസേഫും കുടുംബമൊക്കെ ഇവിടെ കാലടി ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു നിറ സാന്നിധ്യമായി ഏത് കാര്യങ്ങൾക്കും സപ്പോർട്ടായ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ കുടുംബത്തെ ഓർത്ത്. നീമയുടെ കുടുംബവും അതുപോലെ തന്നെ വളരെ ആക്റ്റീവായി ചിറ്റൂർ ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കുടുംബം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു യോജിപ്പാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഈ മക്കളിലേക്ക് ദൈവമേ കൃപ വർഷിക്കണമേ. ഈ വിശുദ്ധ തിരുക്കർമ്മങ്ങൾ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഈ പള്ളിയുടെ മുൻ വികാരിയച്ഛൻ, എല്ലാവർക്കും പ്രിയങ്കരനായ ഇപ്പോൾ കേരള കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ചെയർമാനായി വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് താമരവിളി അച്ഛനാണ്. അച്ഛൻ്റെ ഇടവകയുടെ ഒരു വലിയ ഭാഗമായിരുന്നു. 5 വർഷക്കാലം ഈ പള്ളിയിൽ വികാരിയും ഈ കുടുംബവും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ആത്മബന്ധം. വളരെ സന്തോഷത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും നീമയെ പ്രത്യേകമായി കാലടി ഇടവകയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിൻസിൻ്റെ ഭാഗത്തുനിന്ന് സാക്ഷിയായിട്ട് ഒരാളും നീമയുടെ ഭാഗത്തുനിന്ന് സാക്ഷിയായിട്ട് ഒരാളും അടുത്തുണ്ടാവുക. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട് ഈ മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ പ്രിൻസിനെയും നീമയെയും അങ്ങ് വിളിച്ചുവല്ലോ. സുഖീവരങ്ങളായി വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപതിനാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും.
നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സായിത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നയിക്കുവാമേ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നൊരു ചിതമിശിക നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാക്കുക. ഭാഗ്യമോടികളായ പിന്നെയോ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടവുമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശരീരമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടുകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരൊന്ന് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവരോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 2 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ.
ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നതോ നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രിൻസ്, നീമ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ കാലഘട്ടമല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ വിവാഹത്തെ സംബന്ധിക്കുവാൻ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോ സ്നേഹപൂർവ്വം നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഈ വിവാഹത്തിൽ പങ്കുപറ്റുവാൻ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. നിയമ വരുന്നത് ചിറ്റൂര് ഹോളി ഫാമിലി ഇടവകയിലാണ്. തിരുക്കുടുംബം അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും പ്രകാശം. മംഗളവർത്തക്കാലത്തിൽ നമ്മൾ വരുന്ന ആഴ്ചകളിലൊക്കെ ഈ തിരുക്കുടുംബത്തിൻ്റെ അനുഭവങ്ങളും ധ്യാനിക്കുന്ന ദിനങ്ങളിലൂടെ കടന്നു പോകും. യൗസേപ്പ് പിതാവും മാതാവും ഈശോയും ചേർന്നൊരുക്കിയ തിരുക്കുടുംബം കുടുംബജീവിതത്തിന് പ്രകാശം കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും തിരുക്കുടുംബത്തിൻ്റെ ധ്യാനം മതിയാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും വീട്ടിലുള്ള അമ്മയുടെ, സ്ത്രീയുടെ പങ്ക് ഒരു കുടുംബ രൂപീകരണത്തിന് വളരെയേറെ നിർണായകമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഹോളി ഫാമിലി ഇടവകയിൽ ഹോളി ഫാമിലി ധ്യാനം എല്ലായ്പ്പോഴും സ്വന്തമാക്കിയിട്ടുള്ള ആ തിരുക്കുടുംബത്തിൻ്റെ ശൈലികളോ ഓർമ്മ വെച്ച നാട് മുതലോ എല്ലാ തിരുനാളും മാത്രമല്ല എല്ലായ്പ്പോഴും ധ്യാനിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള നീമയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും പ്രിൻസിനും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരനും അതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് എല്ലാം അനുഗ്രഹമായിട്ട് തീരുമെന്നോ ഞാൻ വിശ്വസിക്കുകയാണ്. യൗസേപ്പ് പിതാവോ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചതിന് ശേഷം വളരെ നിർണായകമായ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഒട്ടും പ്രതീക്ഷിക്കാത്തതൊക്കെയാണോ യൗസേപ്പ് പിതാവിനോ കേൾക്കേണ്ടി വന്നതോ കാണേണ്ടി വന്നതോ അറിയേണ്ടി വന്നതോ? ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഈ വിവാഹം നടന്നത് എന്ന് കൃത്യമായിട്ട് യൗസേപ്പ് പിതാവിന് അറിയാമായിരുന്നുവെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്ന യൗസേപ്പ് പിതാവ് ഒരു കാര്യം തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. നമുക്കറിയാം, യോസേഫ്, ഫ്രണ്ട്സിൻ്റെ അപ്പത്തിൻ്റെ പേര് യോസഫ്, എൻ്റെ പേര് യോസഫ് എന്നാണ്. ഞങ്ങളെല്ലായ്പ്പോഴും ധ്യാനിക്കുന്നൊരു വിഷയമാണ്. ഈ പ്രതിസന്ധിയിൽ കൃത്യമായിട്ടൊരു ആലോചനയുണ്ട്. അത് മറ്റാരോടുമല്ല, ദൈവത്തോട് ആലോചന നടത്തി. തനിക്ക് ഈ മറിയത്തെ ഭാര്യയായിട്ട് തന്ന ദൈവത്തോട് ആലോചന നടത്തുന്ന യൗസേപ്പ് പിതാവിന് ദൈവത്തിന്റെ കൃത്യമായ ഉത്തരം കിട്ടുകയാണ്. അതോ എഴുന്നേറ്റ മറിയത്തെ നിന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുക എന്ന് തന്നെയാണ്. ഈ
വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന ഉദാശയാൽ എന്തിരാകുവാൻ പോകുന്നു. അങ്ങയുടെ അനുഗ്രഹമായ പരിപാലനയും ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന പ്രിൻസിനെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോടെ വിവരണം ചെയ്യുവാൻ ഈ ദാസനെ ആവശ്യക്കാരാണ്. അങ്ങയുടെ കൃപാവൻ സമർത്ഥമായി എന്നെ ചൊല്ലുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. പ്രിൻസ് മിശിഹയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി നിയമയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. നിയമ മിശിഹയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി പ്രിൻസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ നിങ്ങളുടെ വിവാഹത്തിന് സാക്ഷിയാണ്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാനും നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുവാനാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണയുടെ തിരുസഭയെ പൊതുവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താഴി ദയാപൂർവം ആശീർവദിക്കുന്നു. ഐക്യത്തിന്റെ പ്രതീകമായ താഴി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ എത്തിക്കുവാനാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ലഭിക്കുവാനും ഇതിൽ ഉദ്ധിതമായിരിക്കുന്ന കുരിശോ ഇവർക്ക് ശക്തി നൽകി ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അനുഭവിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്നതാണ്. പ്രാർത്ഥിക്കുവാനായി ഉപയോഗിക്കുന്ന ഈ ജപമാലകളെയും അത് ആശീർവദിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവലത്തിന്റെ അനശ്വരവത്വത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവ് ഈ മക്കളോടെ ആശീർവദിക്കുന്നത് പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കുന്നത്. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ ലോകത്തിൽ നിഷ്കളങ്കരായി വെച്ചു സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണയുന്നു. പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും
ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്നോ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും ഒരു വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ. ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധകന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മറിയോസഫിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമാപന ആശീർവാദ പ്രാർത്ഥന. വിവാഹമെന്ന കൂദാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യതയിലെത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നവനിർമ്മിതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.
precious blood, washed us all clean, washed us all clean with thy precious blood, with thy precious. I feel the state is incomplete without your family. First, let me invite the parents of the groom, ജോസഫിന്റെയും സെലിനാന്റെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Invite the parents of the bride, പ്ലാസിഡ് അങ്കിളിനെയും റാണി ആന്റിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Siblings are the best gift that God ever gives to a person. So we invite Prince Edgar brother, റോയി ചേട്ടനെയും ജിമ്മി ചേച്ചിനെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റോഷൻ ചേച്ചിനെയും ആന്റണി ചേട്ടനെയും ബേബി ഇയാനെയും ഞങ്ങൾ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ലൈറ്റിംഗ് ദി ലാമ്പ് സെറിമണിയാണ്. ദീപം തെളിയിക്കുന്നതിനായി പ്രിൻസ് ഏട്ടനെയും നീമ ചേച്ചിയെയും ക്ഷണിക്കുന്നു. അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി we request the couple to come forward for cake cutting ceremony. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you, when I let you. വയലിരുന്ന് കൊടുക്കുന്നതിനായി റോയൽ ചേട്ടനെയും ജിമ്മി ചേച്ചിയെയും ക്ഷണിക്കുന്നു. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me. ഞങ്ങളുടെ വക ചെറിയ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പ ചോദ്യങ്ങൾ, എനിക്ക് അറിയണ ചോദ്യങ്ങളാണ്. നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് ഇപ്പോൾ പ്രിൻസ് ഏട്ടൻ്റെ അടുത്ത് ചോദിക്കണ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രിൻസ് ഏട്ടൻ ആൻസർ പറയണം. ഇപ്പോൾ ആൻസർ കറക്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഇവരുടെ വക വലിയ കൈയടി കിട്ടും. ഇനിയിപ്പോൾ ആൻസർ തെറ്റിച്ചാൽ ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അതല്ലേ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ചലഞ്ച്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ദിവസം? 11 അത് നിശ്ചയത്തിന് അപ്പോ ആദ്യമായിട്ട് കണ്ട ദിവസം പോലും ഓർമ്മയില്ല ചേച്ചി. ഒക്ടോബർ 4. അത് ശരി ഉത്തരാണ്. പക്ഷെ ചോദ്യം ചേട്ടനോട് ആയതുകൊണ്ട് ചേട്ടന് പണിഷ്മെന്റ്. ഈ ഇരിക്കുന്ന 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണെടുക്കാം. അതിലെന്താ എഴുതിയേക്ക? അതിലെന്താ ഉള്ളേ? എന്താ ഉള്ളതെന്ന് പറ. മുളകും കാന്താരി മുളകാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ കഴിച്ചു ചേട്ടൻ. കുരുമുളക കഴിക്കുള്ള കാര്യം അത് കഴിച്ച് ശീലമുള്ളത് കൊണ്ട്. നല്ലൊരു കൈ കൊടുത്ത് നമ്മുടെ ടാസ്ക് ചേട്ടൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്മുടെ നീമ ചേച്ചിനോട്. സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്.
പ്രിൻസ് ഏട്ടൻ്റെ എന്നും വിളിക്കാറുണ്ടല്ലോ ലോലി. അപ്പോൾ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ഒരു 5 ഡിജിറ്റ്സ് ഓർമ്മ. ഒരു ആലോചിക്കാനുള്ള സമയത്തിന് പെട്ടെന്ന് പറയാം. എല്ലാ ദിവസവും വിളിക്കുന്ന നമ്പർ പോലും അറിയില്ല. അറിയില്ല. ഓപ്പോസിറ്റ് അറിയോ? നമ്പർ അറിയില്ല. നമ്പർ പറ, ഓപ്പോസിറ്റ് നമ്പർ പറ. 88483515. അപ്പൊ ചേച്ചീനെ ടാസ്കിൽ നിന്ന് ചേട്ടൻ അതിവിജയകരമായി രക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും ചേച്ചി ടാസ്ക് ചെയ്യണം. അതിനൊന്നും അല്ല എടുത്ത ചേച്ചി. എന്തായാലും കപ്പിൾ ഡാൻസ് ആയാലും ഭയങ്കര സിമ്പിൾ ആണ്. 2 സ്റ്റെപ്പ് കാണിച്ചാൽ മതി. നിന്നോ, ഞങ്ങൾ ആ ചേട്ടന്മാരും പാട്ട് താൻ പറയാം. എല്ലാരും നല്ലോണം കൈയടി കൊടുത്തേ. പ്രോത്സാഹിപ്പിക്ക്. വളരെ 2 സ്റ്റെപ്പാ കളിച്ചുള്ളൂ. 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം പ്രിൻസ് അടുത്ത്. നീമ ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ആണോ ചേച്ചി? ഞങ്ങൾക്ക് അറിയില്ല മജന്തയാണോ. ഞങ്ങൾ കേട്ടെടുത്ത് ബ്ലൂ ആണെന്നാണ് ചിലനടുത്ത് പറഞ്ഞത്. മജന്തയാണോ? അപ്പൊ ചേട്ടൻ അതിന് പാസ്സായിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നീമ ചേച്ചീൻ്റെ അടുത്ത്. പ്രിൻസ് ചേട്ടൻ്റെ വീട് എവിടെയാ? സ്ഥലം? കാലി. വളരെ ശരിയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. പ്രിൻസ് ചേട്ടൻ്റെ വീടുള്ള ബസ് സ്റ്റോപ്പിന്റെ പേര്. അവരെ നോക്കിയിട്ട് അറിയില്ല. ആണോ ആരെങ്കിലും? നിങ്ങളുടെ അഭിപ്രായം ചെങ്ങൽ തന്നെയാണോ? ചെങ്ങൽ തന്നെയാണോ അവരുടെ ബസ് സ്റ്റോപ്പ്? അല്ല. അപ്പോ എന്തായാലും പണിഷ്മെന്റ് കൊടുക്കാനല്ലേ? ടാസ്ക് എടുത്തോ. ആൻസർ അമ്പലം നടാന്നാട്ടോ. അതിലെന്തോ ഉള്ളത്? പുളി. അത് കഴിക്കാലോ. ഇഷ്ടമുള്ള സാധനമായിരിക്കുമല്ലോ. അത് വേണമെങ്കിൽ മുഴുവൻ കഴിച്ചോ. ചേട്ടന് വേണമെങ്കിൽ കഴിച്ചു. ഇനി അടുത്ത ചോദ്യം. ഇത് കുസൃതി ചോദ്യം കേട്ടാ. പുറകോട്ട് നടന്ന് ചെയ്യുന്ന ജോലി. കണ്ടോ? അപ്പൊ ഒത്തിരി ഓഡിയൻസിൽ നിന്നാണ് വന്നത്. പക്ഷെ അത് കണ്ട കാര്യമില്ല. ചേട്ടനോടാണ് ചോദ്യം. അത് ഞാൻ ഒരെണ്ണം ഒരു പണിഷ്മെന്റ്. ഞങ്ങൾ 4 വിചാരിച്ചോളൂ. ഇവര് ഉത്തരങ്ങളൊക്കെ തെറ്റിക്കുന്നതോടെ എനിക്ക് പണിഷ്മെന്റ് കൊടുക്കാനില്ല. അപ്പൊ ഇവർക്ക് കിട്ടിയേക്കുന്നത് ഒരു പ്രപ്പോസൽ ചെയ്യാണ്. മുമ്പ് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ തിരിച്ച് ഇപ്പൊ ചേട്ടൻ പറഞ്ഞാലും ചേച്ചി തിരിച്ച് മറുപടി പറയും. മുട്ടുകുത്തി പറയണമെന്നാ പറയണേ. നന്നായി പ്രപ്പോസൽ ചേച്ചിക്ക് തിരിച്ചു പറയാൻ പറ്റുന്ന രീതിയിൽ. എല്ലാരും നല്ലൊരു കൈയ്യടി. പറഞ്ഞില്ല, തിരിച്ചു പറഞ്ഞു. ചേച്ചി പറഞ്ഞു. ഇനി അടുത്തത് ഞങ്ങളുടെ കസിൻസിനെ വക ഒരു ചെറിയൊരു കലാപരിപാടി. പൊട്ടിയ കുപ്പായം മുടുത്ത മണ്ണണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. പൊട്ടിയ കുപ്പായം മുടുത്ത മണ്ണണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. നടുക്കിരുന്നവളാണേ നീ. പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ. നിങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിടാം. നോക്കടാ
തുടുത്ത പുങ്കകളിൽ നനുത്ത പുഞ്ചിരിയിൽ മുത്താരം മുകിലാരം മുത്തമേഘനം. ഇനിയൊന്നും ഞാൻ പങ്കുവച്ചില്ല. നീ എന്താണെന്ന് ആലോചിച്ചു. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ശൈത്യം നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നീമ പ്രിൻസ് ഇന്നവരെ ദൈവിക നിയോഗത്താൽ അവർ ഒന്നിച്ചിരിക്കുകയാണ്. അവർക്ക് ആശംസകൾ നേരുന്നതിന് വേണ്ടി എല്ലാവർക്കും ആശംസകൾ നേരാം. എന്നാൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നീമയുടെ വല്യപ്പനാണ്. വല്യപ്പൻ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്താണെങ്കിൽ വലിയ വടികുതിപ്പൻ പിടിച്ചു നടക്കുന്ന ഒരാളെപ്പോലെ കാണാറുണ്ട്. എന്നതല്ല, ഞാൻ വല്യപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ അവർക്ക് ആശംസകൾ നേരാൻ വേണ്ടി വന്നിരിക്കുന്നു. പ്രിയ നവദമ്പതിമാരായ പ്രിൻസ്, നീമ, പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കുടുംബജീവിതം ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു പഴയ ഒരു ഗാനം ആലപിക്കുക. പ്രിയതമാനം
വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ. താങ്ക് യു. എല്ലാവർക്കും എന്നെ കേട്ടതിൽ സാധിച്ചതിൽ നന്ദി പറയുന്നു.
goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. And there goes my mind racing, and you are the reason that I'm still breathing. I'm hopeless now. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തിരിച്ചുവരുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനത്തിൽ സ്നേഹസമ്പന്നനായ ദൈവമേ, ഈ ദമ്പതിമാർ സന്തോഷപൂർവ്വം ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ ശിഷ്യയായി മിശിഹ എപ്പോഴും ഇവരുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ആരോഗ്യവും ആയുസ്സും നൽകി ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ചു കൊള്ളണമേ. മണവാളനെ സ്വീകരിക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട വിവേകമതികളായ കന്യകന്മാരെ പോലെ സ്വർഗീയ പിതാവിനെ എന്നും ഇവരുടെ കുടുംബത്തിലേക്ക് എതിരേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന വിവേകമുള്ള ദമ്പതികളായി തീരുവാൻ ഇവരെ സഹായിക്കണമേ. ആവശ്യം നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ കർത്താവായ ദൈവമേ ഇവർക്ക് പ്രദാനം ചെയ്യണമേ. മാതാപിതാക്കളെയും ഗുരുപൂതരെയും ബഹുമാനിക്കുന്നവരും അനുസരിക്കുന്നവരും മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ ഇവർ താങ്ങും തണലുമായി സ്നേഹപൂർവ്വം ശുശ്രൂഷ ചെയ്തു അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നവരും നിന്റെ നല്ല മക്കളായി ഇവരെ വളർത്തണമേ. ഇവരുടെ വിവാഹത്തിലും വിവാഹാഘോഷത്തിലും സഹായ സഹകരണവും നൽകി എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകണമേ.